MDMA കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. രക്ഷിതാക്കൾ ഇത് മുഴുവനായിട്ടും കേൾക്കണം. നമ്മുടെ മക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും വേണം. നമ്മുടെ മക്കളൊന്നും MDMA ഉപയോഗിക്കാൻ സാധ്യതയില്ല. പക്ഷേ MDMA ഉപയോഗിക്കുന്ന പലരെയും അവർക്ക് പരിചയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. MDMA കുറിച്ച് ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്താണ് MDMA? എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ കുട്ടികൾ അടക്കം അറിഞ്ഞിരിക്കൽ അത്യാവശ്യമുള്ളൊരു കാലഘട്ടം കൂടെയാണ്. MDMA എന്ന് പറയുന്നത് മെത്തിലിൻ ഡിയോക്സി മെതാംഫെറ്റമിൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കലാണ്. ഇത് സിന്തറ്റിക് ആയിട്ട് ലബോറട്ടറികളിൽ ഉണ്ടാക്കുന്ന ഒരു രാസപദാർത്ഥമാണ്. നമ്മുടെ ശരീരത്തിൽ ആംഫെറ്റമിൻ, സിറോട്ടോണിൻ തുടങ്ങിയ രാസപദാർത്ഥങ്ങളുണ്ട്. ഇതാണ് ഹാപ്പിനെസ്, എനർജി ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള കെമിക്കൽസിന്റെ സിന്തറ്റിക് രൂപമാണ് MDMA എന്ന് പറയുന്നത്. പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ റോ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് ലബോറട്ടറികളിൽ നിന്നും സിന്തറ്റിക് ആയിട്ട് ഇത്തരം MDMA പോലത്തെ കെമിക്കൽസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ മാർക്കറ്റിൽ അത് വളരെ വലിയ വിലയ്ക്കാണ് വിൽക്കുന്നത്. നമ്മളിൽ പലരും, പല കുട്ടികളും പലപ്പോഴും ഇതിൻ്റെ കാരിയേഴ്സോ അല്ലെങ്കിൽ ഉപഭോക്താക്കളോ ഇതിൻ്റെ ചില്ലറ വിൽപ്പനക്കാരൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. ഇതൊരു വളരെ വലിയൊരു ബിസിനസ്സാണ്. അതിൻ്റെ ഇരകളായിട്ട് മാറുകയാണ് നമ്മുടെ കുട്ടികളോ നമ്മളിൽപ്പെട്ട പലരും പലപ്പോഴും. വളരെ കുറഞ്ഞ എമൗണ്ടിൽ MDMA നമ്മുടെ ശരീരത്തിൽ രക്തത്തിലെത്തിക്കഴിഞ്ഞാൽ രക്തത്തിലൂടെ ബ്രെയിനിലെത്തുകയും ബ്രെയിനിൽ ഹാപ്പിനെസ് ഹോർമോൺസ്, അതുപോലെ തന്നെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള വളരെ നല്ല ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ വളരെയധികം ആക്റ്റീവായിട്ട് ഈ ഇത്തരം ആൾക്കാരെ കാണപ്പെടുകയും ചെയ്യും. എന്നാൽ 3-4 മണിക്കൂറോളം മാത്രമാണ് ഈ ഒരു ഡ്രഗിൻ്റെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക. അതിനുശേഷം ഇതിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു വരുന്നതോട് കൂടി ഇത്തരം ആൾക്കാർ വളരെയധികം ഡൗൺ ആവുകയും ഡിപ്രഷനിലേക്ക് പോവുകയും അതോടൊപ്പം തന്നെ മാനസിക സംഘർഷങ്ങൾ നേരിടുകയും ചെയ്യും. ഇത്തരം ആൾക്കാർ ഒരു ദിവസത്തിന് ശേഷം 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കമായിരിക്കും. ചിലപ്പോൾ ഉറക്കം കിട്ടാത്ത അവസ്ഥയിൽ വരാം. ഇങ്ങനത്തെ പല ലക്ഷണങ്ങളും, മാനസികമായിട്ടുള്ള വിഭ്രാന്തികൾ നമ്മുടെ കുട്ടികളിലോ അല്ലെങ്കിൽ ആരുടെ അടുത്തും കാണുകയാണെങ്കിൽ ഇത് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൻ്റെ ഒരു ലക്ഷണമാവാം. ഇത്തരം കെമിക്കൽസ്, ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഹലുസിനേഷൻ. അതായത് ഓഡിറ്ററി ഹലുസിനേഷൻ, വിഷ്വൽ ഹലുസിനേഷൻ എന്നൊക്കെ പറയും. ഹലുസിനേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒരു കാര്യത്തെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നതാണ്. നോർമലായ ആൾക്കാർ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സംഗതികൾ, അതായത് ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നതായിട്ടോ അടുത്ത് നിൽക്കുന്ന നമ്മുടെ സുഹൃത്ത് അല്ലെങ്കിൽ രക്ഷിതാക്കൾ ആരെങ്കിലും ഇവരെ കൊല്ലാൻ വരുന്നതായിട്ടോ ഒക്കെ ഇവർക്ക് ഹലുസിനേഷനായിട്ട് തോന്നും. അതായത് ഇല്ലാത്തൊരു കാര്യം അവർക്ക് തോന്നും. ഈ ഒരു സമയത്ത് ഇത്തരം ആളുകൾ ഒന്നെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഒക്കെ മുകളിൽ നിന്ന് ചാടിയിട്ടോ ഒക്കെ സൂയിസൈഡ് ചെയ്യും, അതായത് ആത്മഹത്യ ചെയ്യും. ഇല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവായിട്ട് നമ്മുടെ സ്വയം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാരെ വകവരുത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്യും. ഇങ്ങനെ ഒരു തോട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ മനസ്സിൽ വരുന്നത് കൊണ്ട് പലപ്പോഴും ഇത്തരം ആൾക്കാർ കത്തി, കഠാര പോലത്തെ മാരകമായ ആയുധങ്ങൾ അവരുടെ റൂമിനകത്ത് അല്ലെങ്കിൽ ഗണ്ണൊക്കെ സൂക്ഷിക്കുന്നത് പതിവായിട്ട് കാണാൻ സാധ്യതയുണ്ട്. മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്തരം കെമിക്കൽസ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. കാരണം ഇത് റെഗുലറായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് പുറത്തേക്ക് അറിയപ്പെടുകയില്ല. പക്ഷേ ഇത് കിട്ടാതെ വരുന്ന സമയത്ത് റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ 2-3 ദിവസം ഇത്തരം കെമിക്കൽസ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവർക്ക് വിഡ്രോവൽ സിംറ്റംസ് വരാൻ സാധ്യതയുണ്ട്. വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുമ്പോഴാണ് പലപ്പോഴും ഇത്തരം കെമിക്കൽസ് ഉപയോഗിക്കുന്ന ആൾക്കാരെ പുറം ലോകം അറിയുന്നത്. വിഡ്രോവൽ സിംറ്റംസ് ആയിട്ട് ഹോസ്പിറ്റലിൽ നമ്മൾ ഒരുപാട് പേഷ്യൻസിനെ കാണുന്നതാണ്. കാരണം എന്തെങ്കിലും കാരണം കൊണ്ട് ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കാം ഇത്തരം ഡ്രഗ്സ് കിട്ടാത്ത കാരണമുള്ള അവരുടെ വിഡ്രോവൽ സിംറ്റംസ് കാണുന്നത്. ഈ വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ വളരെ മാരകമായിട്ട് അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്വഭാവമായിരിക്കും അവർക്കുണ്ടാകുന്നത്. ഈ ഒരു സമയത്ത് അവർ പലരെയും കൊലപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ നഗ്നമായ സത്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായും മനസ്സിലാക്കുകയും നാർക്കോട്ടിക്സ് എന്ന് പറയുന്നത് ഈസ് എ ഡർട്ടി ബിസിനസ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. നാർക്കോട്ടിക്സ് അല്ലെങ്കിൽ സിന്തറ്റിക് കെമിക്കൽസ് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത്. കാരണം ഇത്തരം കെമിക്കൽസ് ഒന്നെങ്കിൽ നമ്മുടെ ജീവൻ അപകടത്തിലാക്കും, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ നമ്മൾ അറിയാതെ തന്നെ കൊലപ്പെടുത്തും. ഇത്തരം ഒരുപാട് സംഭവങ്ങൾ ഈ അടുത്തായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നാർക്കോട്ടിക്സിൻ്റെ ഒരു ഭീകരമായ മുഖമാണ്. ഇത് ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കാരണം 2 വർഷം മുമ്പ് 3 വർഷം മുമ്പൊക്കെ ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയ ആൾക്കാർ അവരുടെ ഒരു പീക്ക് ലെവലിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അത് കാരണമുള്ള വിഡ്രോവൽ സിംറ്റംസും മാനസികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഇനിയാണ് നമ്മൾ കാണാനിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്, എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇത് തന്നെയാണ് എനിക്ക് പറയുന്നത്. നാർക്കോട്ടിക്സ്, സിന്തറ്റിക് കെമിക്കൽസ് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത്. എന്തെങ്കിലും അഡിക്ഷൻ ക്ഷണങ്ങളോ കഥകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ
തീർച്ചയായും അവർക്കൊരു സൈക്യാട്രിസ്റ്റിൻ്റെ സഹായം നമ്മൾ എത്തിച്ചു കൊടുക്കണം. കൗൺസിലിങ്ങിലൂടെ, മരുന്നിലൂടെ, ഡി അഡിക്ഷനിലൂടെ അവരെ നമുക്ക് പഴയ നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്.